ക്ഷേത്ര നഗരിയായ ഗുരുവായൂരിനെ അപമാനിക്കുന്ന രീതിയിൽ വീണ്ടും ചില നിലപാടുകളുമായിട്ട് ആളുകൾ വരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം വന്ന ഒരു പരസ്യമാണ്. 2 മണിക്കൂർ നേരത്തേക്ക് റൂമിൽ ചെസ്സ് കളിക്കാൻ 399 രൂപ. വേണമെങ്കിൽ അത് ആ സമയം കഴിഞ്ഞും വേണമെങ്കിൽ 6 മണിക്കൂർ വരെ ഈ തുക എന്ന രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗമാണ്. ഞാൻ പറയുന്നില്ല, ഈ വീഡിയോ തന്നെ നമുക്ക് കാണിച്ചു കൊടുക്കാം. നേരമായി 2 മണിക്കൂർ ചെസ്സൊക്കെ കളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം കാണിച്ചു തരട്ടെ ഗുരുവായൂരിൽ. അതും വരും 349 രൂപയ്ക്ക്. ഇനി 2 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ കളി കഴിഞ്ഞില്ല എന്ന് വിചാരിക്കാം. 6 മണിക്കൂറിന് വരും 399 രൂപയുള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് സാർ എന്താ മനസ്സിലാക്കുന്നേ? അതായത് ഈ ഒരു തിരുവനന്തപുരം സ്വദേശിയുടെ ലോഡ്ജിന്റെ പരസ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തോ മാധവി എന്നൊക്കെ പറയുന്നുണ്ട്. അത് എവിടെയാണ് ലോഡ്ജ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഗുരുവായൂരിലാണ്. ഗുരുവായൂരിൽ ഇത് എവിടെയായിട്ടാണ് ഈ വൃത്തികെട്ട ലോഡ്ജ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഗുരുവായൂരിൽ നമ്മൾ സാധാരണ ചെല്ലുമ്പോൾ താമസിക്കുന്ന ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദേവസ്വം മറ്റേ ഭരണസമിതി ഉണ്ടല്ലോ, അവർ നടത്തുന്നുണ്ടല്ലോ. അത്തരം സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ കൂടുതലും താമസിച്ചിട്ടുള്ളത്. അതല്ലാതെയും വളരെ പോപ്പുലറായ ചില സ്ഥലങ്ങളൊക്കെ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഏതാണ്? കാരണം ഇത് ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലോഡ്ജാണിത് എന്ന് ആ പെൺകുട്ടി പറയുന്നില്ല. തീർത്ഥാടകർക്ക് വേണ്ടിയിട്ടുള്ള ലോഡ്ജാണ് എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് കുളിച്ച് തൊഴാൻ ഞങ്ങളിവിടെ സൗകര്യം ചെയ്യുന്ന ആ ലോഡ്ജാണ് എന്ന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടി അതിന്റെ പരസ്യമായിട്ട് പറയുന്നതിലൊക്കെ ഉള്ളൊരു വാക്ക് കളി എന്നാണ്. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ദ്വയാർത്ഥ പ്രയോഗമാണെന്ന് ഒറ്റ നോട്ടത്തിൽ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഗുരുവായൂർ പോലെയുള്ള ഒരു ക്ഷേത്ര നഗരിയിൽ അല്ലെ ആ സ്ഥലത്തിൽ ഹിന്ദുമത വിശ്വാസത്തെയൊക്കെ തന്നെ ചൂഷണം ചെയ്യാൻ എന്തും ആർക്കും പറയാം. അങ്ങനെയാണെങ്കിൽ ആരും ചോദിക്കാനും പറയാനും ഇല്ല. ആ പെൺകുട്ടി പരസ്യത്തിൽ പറയുന്നത് വെച്ചിട്ട് ഗുരുവായൂര് ഇപ്പോ ഈ ക്ഷേത്ര നഗരം വേറെ എന്തിനോ വേണ്ടിയിട്ട് ഉള്ള സ്ഥലമായി മാറിയിരിക്കുന്നു എന്നുള്ള ധ്വനിയാണല്ലോ അതിൻ്റെ അകത്തുള്ളത്. അതെ. ഈ പരസ്യത്തിൽ പറയുന്ന പെൺകുട്ടിയുടെ വസ്ത്രധാരണ രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ തന്നെയാണ്, കുഴപ്പം പിടിച്ചതാണ്. മാത്രമല്ല, നമുക്ക് ആ ബസ് സ്റ്റാൻഡിന്റെ അടുത്തേ കേന്ദ്ര സർക്കാരിന്റെ ടൂറിസം വകുപ്പിന്റെ നമുക്ക് തൽക്കാലം താമസിക്കാവുന്ന ഒരു നല്ല സ്ഥലമുണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് മാത്രമല്ലേ ഉള്ളൂ. അത് സ്ത്രീകൾക്ക് മാത്രമാണോ? ആ മറ്റേ വലതുവശത്തുള്ള അമ്പലത്തിലേക്ക് പോകുമ്പോ ടൂറിസം വകുപ്പ് മുരളീധരന്റെ പേരൊക്കെ ഉദ്ഘാടനം ചെയ്ത് ആ കൂട്ടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെ, അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉള്ളപ്പോഴാണ് ഇതുപോലത്തെ ഒരു തറ ലോഡ്ജിന്റെ 399 രൂപ അരമണിക്കൂർ. അത് പോരാ, നിങ്ങൾക്ക് 2 മണിക്കൂർ വേണമെന്നുണ്ടെങ്കിലേ കളിക്കേ, അങ്ങനെ വേണമെങ്കിൽ 6 മണിക്കൂർ ഇല്ലേ? ഇങ്ങനെയൊക്കെയാണ് പരസ്യത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഈ ക്ഷേത്ര നഗരങ്ങളെ ഇങ്ങനൊരു പരസ്യം വളരെ പോപ്പുലറായിട്ട് ഓടുക എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഗുരുവായൂരിൽ ഇതൊക്കെ നടക്കും എന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പറും ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. അപ്പൊ ഗുരുവായൂർ ഒരു ഭക്തിയോട് കൂടി അല്ലേ മാത്രം നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു സ്ഥലം, അതിന് വേറൊരു പ്രതിച്ഛായ കൊടുക്കുന്ന അങ്ങനെ ഒരു അജണ്ടയുടെ ഭാഗമായി വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആരാണ് ഇതിൻ്റെ പിന്നിൽ, ആരാണ് ഇതിൻ്റെ ഉടമ? മറ്റേ നേരത്തെ പോകുന്ന വഴിക്ക് രോമം പറിച്ചിട്ട ഒരാളുണ്ട്, വൃത്തികേട്. അപ്പോ അത്തരം ആളുകൾ, അതും ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ നടത്തിയിരുന്ന ആളല്ലേ, ഇത്തരം ആളുകളൊക്കെയാണോ ഗുരുവായൂരിനെ ചുറ്റിപ്പറ്റി ഗുരുവായൂരിനെ മലിനമാക്കാൻ ഒരു സംഘം ആളുകളുണ്ടെന്ന് നമുക്കറിയാം. കാരണം ഇൻസ്റ്റയിലൊക്കെ നേരത്തെ മറ്റേ ബിഗ് ബോസില് ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി അവിടുത്തെ ക്ഷേത്രക്കുളത്തില് കാല് തട്ടുന്ന വീഡിയോ ഒക്കെ വന്നിരുന്നില്ല. പിന്നെ ഒരു ശ്രീകൃഷ്ണ ചിത്രം ആയിട്ട് വരയ്ക്കുന്നു, തന്ത്രിയൊക്കെ ആയിട്ട് എന്തോ അടുപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ വഴിയൊക്കെ നടന്നിരുന്നു. ഇപ്പൊ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സാധനം ഇപ്പോ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനൊരു ലോഡ്ജ് പരസ്യമായിട്ട് ഇത് വേറെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഈ ലോഡ്ജ് കിട്ടുന്നതാണല്ലോ പരസ്യത്തിൽ പറയുന്നത്. ആ ലോഡ്ജ് അടച്ചു പൂട്ടണ്ടേ? കാരണം അങ്ങനെ കാശ് മേടിച്ച് വ്യഭിചാരത്തിന് വേണ്ടി ഞങ്ങളിതാ നിലകൊള്ളുന്നു എന്ന് പരസ്യം ചെയ്തിരിക്കുകയാണ് ഒരു ലോഡ്ജ്. എന്തുകൊണ്ട് പോലീസ് ഒന്നും ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ദേവസ്വം മന്ത്രി മുരളീധരൻ മിണ്ടാതിരിക്കുന്നു?
അപ്പോൾ പിന്നെ നേരത്തെ ഇത്തരം ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മതവിദ്വേഷം ഉണ്ടാക്കും, അതുകൊണ്ട് ഇത് പരസ്യപ്പെടുത്തരുത്, പ്രചരിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ പോലീസിൻ്റെ ചില നിലപാടുകൾ നമ്മൾ കണ്ടിരുന്നു. അതായത് ഈ തുളസിത്തറയിൽ ചെയ്ത വൃത്തികേടുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇത്തരം ഒരു സംഭവം ഉണ്ടായി, ഇത്രയും വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ പറയുന്ന സർക്കാരിലെ മന്ത്രിമാർ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കൾ ഇവരാരും പ്രതികരിക്കുന്നില്ലല്ലോ? എല്ലാവരും ഇതൊക്കെ നടന്നോട്ടെ, ഇതൊക്കെ ഹിന്ദുവിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. രമേശ് ചെന്നിത്തല മാസത്തിൽ ഒരു തവണ അല്ലേ കരുണാകരൻ പോരുന്ന പോലെ ഒരു തവണ പോകുന്നതാണ് അല്ലേ? സതീശൻ കാണാൻ ചെന്ന് അന്നും അദ്ദേഹം ഗുരുവായൂരിൽ പോയിരുന്നില്ലേ? പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആളുകളൊക്കെ ഗുരുവായൂരിലുണ്ട്. ചെന്നിത്തലയ്ക്ക്, മറ്റേ മുരളീധരനും ഇപ്പൊ അധികാരത്തോടു കൂടി പോയപ്പോൾ ഒരുപാട് പാരാവാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ അല്ലാതെ ഒറ്റയ്ക്കുമൊക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അകത്ത് മുരളീധരനെ കാണാമായിരുന്നല്ലോ. തൊഴാൻ പോകുന്നതാണ്. മുരളീധരൻ ഇതിൻ്റെ അകത്തൊരു സ്ട്രിക്റ്റായ നടപടി എടുക്കേണ്ടതല്ലേ? ആഭ്യന്തര വകുപ്പിനോട് സംസാരിക്കേണ്ടതല്ലേ മുരളീധരൻ? ചെന്നിത്തലയോട് പറഞ്ഞിട്ട് ഇതിന് ലൈസൻസ് ഉണ്ടോ ഈ ലോഡ്ജിന്, അത് അന്വേഷിക്കണ്ടേ? ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ ലോഡ്ജ് അടച്ചു പൂട്ടാൻ കഴിയുമല്ലോ. ഇങ്ങനൊരു ലോഡ്ജ് ഗുരുവായൂരിലോ ചോറ്റാനിക്കരയിലോ ക്ഷേത്ര നഗരങ്ങളിലൊന്നും ഇത്തരം ലോഡ്ജുകൾ പാടില്ല. അവിടെ തീർത്ഥാടകർ മാത്രം പോയി താമസിച്ചാൽ മതി. ഇപ്പോൾ മറ്റേ മൂകാംബിയിൽ ഇങ്ങനത്തെ ലോഡ്ജുകൾ നടത്താൻ പറ്റുമോ? പറ്റില്ല. കർണാടക പോലീസ് ഉടനെ ഇടപെടും അത്തരം സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ അതുകൊണ്ട് ഗുരുവായൂരിനെ പറ്റി ഈ വീഡിയോ ഞാൻ കണ്ടു തുടങ്ങിയിട്ട് തന്നെ 3 ദിവസമായി. ഇതിനെപ്പറ്റി സാമൂഹ്യ മാധ്യമങ്ങളിൽ പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്, പലരും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും സർക്കാർ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ളത് സംശയാസ്പദമാണ്. അപ്പോൾ വലിയ സ്വാധീനമുള്ള ആളുകളാണോ ഇതിൻ്റെ പിന്നിലുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, തിരുവനന്തപുരത്തെ ഒരാളുടെ ലോഡ്ജാണ് എന്ന് കേൾക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ സ്വാധീനമുള്ളവരാണോ? എന്തുകൊണ്ട് ഇത് ഇങ്ങനെ വച്ചു പൊറപ്പിക്കുന്നു? തികഞ്ഞോ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വെച്ച് ഉറപ്പിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു സമുദായത്തിനെ എൻ്റെ മേൽ കുതിര കയറി ആരും ചോദിക്കാനില്ല എന്നുള്ളൊരു ധാരണ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് പൊതുവായിട്ട് ഈ ഹിന്ദു സമുദായവുമായി ബന്ധപ്പെട്ടവർ നിലപാട് ശക്തമാക്കിയിട്ട് ഇത്തരക്കാർക്കെതിരെ രംഗത്ത് വരാതെ? ഇതിന് 2 or 3 തവണ ആവർത്തിച്ചു. അതും മാത്രമല്ല, ഇതൊരു ക്ഷേത്ര നഗരി എന്നാണ് നമ്മൾ ഗുരുവായൂർ കരുതുന്നത്. എന്നിട്ടും ആ പ്രദേശവാസികൾക്ക് പ്രതികരിക്കാം, ഇതൊന്നും ഉണ്ടാകുന്നില്ലല്ലോ. പേടിയാണോ? ഈ ഗുരുവായൂരിനെ തകർക്കുക എന്നുള്ള അജണ്ട ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. ടിപ്പു സുൽത്താൻ ഇല്ലേ? ടിപ്പു സുൽത്താന്റെ കാലം മുതല് അങ്ങേരുടെ പടയോട്ടത്തിന്റെ സമയത്ത് ആലുവയിൽ നിന്നിട്ട് ആലുവയില് വെള്ളപ്പൊക്കം ഉണ്ടായി തിരിച്ചു പോവുകയാണ്. അപ്പോ ഈ ടിപ്പു സുൽത്താനും ഈ ഗുരുവായൂര് ആക്രമിക്കാൻ വരുമ്പോഴാണ് മറ്റേ ഗുരുവായൂർ വിഗ്രഹം അവിടെ നിന്ന് കടത്തി അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അമ്പലപ്പുഴയിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ആരാധനകളും കൃഷ്ണ വിഗ്രഹം ഇതിൻ്റെ ഓർമ്മയ്ക്ക് പിന്നീട് വളരെ കാലം കഴിഞ്ഞിട്ടാണ് വിഗ്രഹം തിരിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അമ്പലപ്പുഴയിൽ ഇതുമായി ബന്ധപ്പെട്ട സ്മൃതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പോയപ്പോഴും ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠ അവിടെ ഉണ്ട്. ക്ഷേത്രത്തിന്റെ വളപ്പില് പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ ആ കാലം മുതൽ എങ്ങനെയെങ്കിലും ഗുരുവായൂരിനെ ആ കാലത്ത് ഒരു ഇടനിലയ്ക്ക് ഒരു മുസ്ലിം തന്നെ നിന്നിട്ട് അമ്പലത്തിൽ നിന്ന് പണമൊക്കെ വാങ്ങി കൊടുത്തിട്ട് അതിൽ തൃപ്തനായിട്ട് ടിപ്പുവിനെ അവിടെ നിന്ന് ഓടിക്കുകയാണ്, ക്ഷേത്രം നശിപ്പിക്കുന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ ഗുരുവായൂരിനെ തകർക്കാനുള്ള ഈ അജണ്ടയുമായിട്ട് നടക്കുന്ന ആളുകൾ ഏതെങ്കിലുമൊക്കെ നമ്മൾ തുരുത്തി വിട്ടാലും മറ്റേ കൃഷ്ണന്റെ ഒരേ ചിത്രമായിട്ട് അവർ വരച്ചാണോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. അത് നടന്നു, മറ്റേ കാര്യങ്ങൾ നടന്നു. അത് കഴിഞ്ഞ് പിന്നെ സംഭവിക്കുന്നതാണ് മറ്റേ രോമം ഇല്ലേ? അങ്ങനെ ഒരുപാട് ഈ ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് അതിനെയും പ്രത്യേകിച്ച് ഈ മാർക്സിസ്റ്റ് ഭരണസമിതി വന്നല്ലോ അവിടെ 10 കൊല്ലത്തോളം. മാർക്സിസ്റ്റ് ഭരണസമിതി വന്നപ്പോൾ ഇത് സെക്കുലർ അമ്പലമാക്കണം എന്നുള്ള നിർബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഈ അവിടുത്തെ MLA അതിൻ്റെ അകത്ത് മറ്റേ ഊട്ടുപുരയിൽ കയറ്റി ചടങ്ങ് നടക്കുകയൊക്കെ ചെയ്തല്ലോ. അന്നപൂർണേശ്വരി ഹാൾ എന്നാണെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് കയറി. മാത്രമല്ല ഈ ഗുരുവായൂരിലെ മറ്റേ ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയായി നിന്ന കാലത്ത് ചോദിച്ചൊരു കാര്യം സത്യമല്ലേ? 50 കൊല്ലമായിട്ട് അവിടെ നിന്നൊരു ഹിന്ദു MLA വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല എപ്പോഴും. കാരണം ഈ ചാവക്കാട് തൊട്ടപ്പുറത്തായതുകൊണ്ട് അങ്ങനത്തെ ഒരു ബന്ധത്തിൽ സമുദായത്തിലും മതവും ഒക്കെ ആയി ബന്ധപ്പെട്ടാണ് ഈ പോകുന്നത്. അപ്പോൾ ഗുരുവായൂരിനെ തകർക്കാനുള്ള ഒരു അജണ്ടയും
നടപ്പാക്കാൻ സർക്കാർ അനുവദിച്ചുകൂടാ. ഇത് ലേറ്റസ്റ്റ് ആണ് അതിൻ്റെ അകത്ത്. ഈ ഗുരുവായൂർ ഇപ്പോൾ ഇതിനു വേണ്ടിയുള്ളതാണ് കേട്ടോ എന്ന് വിളിച്ച് പറയുന്ന വീഡിയോ ആണത്. ആ വീഡിയോ ചെയ്തതും തെറ്റ്, ആ ലോഡ്ജ് അവിടെ നടക്കുന്നതും തെറ്റ്. ആ ലോഡ്ജ് അടച്ചുപൂട്ടാനായിട്ട് മുരളീധരൻ പെട്ടെന്ന് കോർപ്പറേഷൻ്റെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു ദിവസത്തേക്ക് ശ്രദ്ധ മാറ്റി ഗുരുവായൂരിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.